പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നമ്മുടെ ചെറിയ മക്കൾ അവർ നിഷ്കളങ്ക ഹൃദയരാണ്. അവരിലേക്ക് ആരെയാണോ കാണുന്നത്, എന്റെ ഉപ്പ എങ്ങനെയാണ് നടക്കുന്നത്, എന്റെ ഉപ്പ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എന്റെ ഉപ്പ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ഉപ്പയെ അനുകരിക്കുന്ന മക്കൾ, ഉമ്മയെ അനുകരിക്കുന്ന മക്കൾ, ചെറുപ്രായത്തിൽ അനുകരണ സ്വഭാവം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നന്നാക്കണം. നമ്മൾ മാതൃകായോഗ്യരായി ജീവിക്കണം. മാത്രമല്ല, മക്കൾക്ക് നല്ലവരെ മാതൃകയാക്കി കൊടുക്കണം. കുട്ടികളെ കളിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ശല്യമുണ്ടാക്കുമ്പോൾ നമ്മൾ ടെലിവിഷൻ വെച്ച് അവരെ മുന്നിലിരുത്തും. കുട്ടികളിൽ സിനിമ മൊത്തം കാണും, സീരിയലും കാണും. അങ്ങനെ സിനിമാ നടന്മാരെയും സീരിയൽ നടിമാരെയും നടന്മാരെയും മാതൃകയാക്കുന്ന മക്കള് അവരിൽ നിന്ന് നല്ലത് പഠിക്കാനില്ല. അവരിൽ നിന്ന് മോശമാണ്, നമ്മുടെ മക്കൾ മോശമായി പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് നാം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കണം. മഹാരഥന്മാരായ സഹാബത്തിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. ഇന്ന് ഒരു കുട്ടി മദ്രസയിൽ പോയിട്ട് മദ്രസയിൽ നിന്ന് ഉസ്താദ് നല്ല ചരിത്രം പറഞ്ഞു കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അവ്വലു മൻ ആമന ബിഹി അബൂബക്കർ, അവ്വലു മൻ സവ്വജനി അബൂബക്കർ, അവ്വലു മൻ ദഖലൽ ജന്ന ഔ അബൂബക്കർ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞു കൊടുത്തു. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടെ, വളരെ സന്തോഷത്തോടുകൂടെ കുട്ടി വീട്ടിലേക്ക് വരികയാണ്. എന്റെ ഉമ്മയോട് ഈ സംഭവം പറയണം, ഈ ചരിത്രം പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, സയ്യിദുശ് ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അതിന്റെ ഉമ്മയോട് പറഞ്ഞു കൊടുക്കണം എന്ന പ്രതീക്ഷയോടുകൂടെ ഒരുപാട് സത്യങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് തീരുമാനങ്ങളുമായി എനിക്ക് അവരെ പോലെ ജീവിക്കണം, ഞാൻ അവരെ പോലെയാകണം എന്നൊക്കെ പ്രതീക്ഷയിൽ വെച്ചുകൊണ്ട് ഒരു കുട്ടി വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ഉമ്മയോട് കഥ പറയാൻ ഒരുങ്ങുമ്പോഴേക്ക് ഉമ്മ മകനോട് പറയുന്നത് മറ്റൊരു കഥയാണ്. മോനെ, നിനക്ക് വലിയ നഷ്ടം, നീ ഇന്ന് മദ്രസയിൽ പോയപ്പോഴും നല്ലൊരു സിനിമ കഴിഞ്ഞു പോയി, നീ അത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കണ്ട സിനിമയുടെ കഥ കുട്ടിയോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. കുട്ടിയാകെ അത്ഭുതപ്പെടുകയാണ്. ഞാനെന്തു ചെയ്യണം? ഉസ്താദ് പറഞ്ഞു തന്നത് അമ്പിയാക്കളുടെ ചരിത്രം, സഹാബത്തിന്റെ ചരിത്രം, ഉമ്മ പറയുന്നത് സിനിമ നടന്മാരുടെ